നമ്മുടെ ആരോഗ്യരംഗം അപ്പാടെ മോശമാണെന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ അബദ്ധങ്ങൾ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ അതിനെ അഡ്മിറ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് കാണിക്കണം. ഇപ്പം ഒരു കത്രിക അത് 5 വർഷം വയറ്റിൽ കൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞൊരു വർത്തമാനം ഭയങ്കര രസമാണ്. 5 അല്ല 50 വർഷം കത്രിക കൊണ്ട് കിടന്നാലും പ്രശ്നമില്ല എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ പറയുന്ന ഡോക്ടറുടെ മകനോ മകളോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോ വല്ലോ ഇതുപോലെ ഒരു മുട്ട സൂചി കുത്തിയാൽ സഹിക്കുമോ? അപ്പോൾ ഇത് പറയാൻ എളുപ്പമാണ്. ഇപ്പം നമുക്കറിയാം, കോട്ടയത്ത് തന്നെ മെഡിക്കൽ കോളേജിൽ ഒരു വർഷം മുമ്പാണ് ബിൽഡിംഗ് ഇടിഞ്ഞു വീണ് ഒരു സ്ത്രീ മരിച്ചത്. എന്തൊരു ന്യായീകരണമാണ് ഇത്! ഈ ബിൽഡിംഗ് ഞങ്ങളുടെ സമയത്തുള്ളതല്ല. മരണപ്പെട്ടില്ലേ, കുടുംബത്തിൻ്റെ ആശ്രയം പോയില്ലേ. അപ്പോൾ അതിനുശേഷം പല സംഭവങ്ങൾ നമ്മളത് കാണുകയും കേൾക്കുകയും ചെയ്യും. ഇപ്പോൾ ഞാൻ പലപ്പോഴും പല മെഡിക്കൽ കോളേജിലൊക്കെ നമ്മൾ പോയി കാണുമ്പോൾ, ഇപ്പോഴും കോട്ടയത്താണെങ്കിലും ആലപ്പുഴയാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും എവിടെയാണെങ്കിലും മെഡിക്കൽ കോളേജിലെ സാധാരണ വാർഡുകളിൽ നമ്മളൊന്ന് പോകണം. അതായത് ബെഡില്ല. ഒരു ബെഡിൽ പല മെഡിക്കൽ കോളേജിലും ഒരു ബെഡിൽ 2 രോഗികൾ കിടക്കും. അവരുടെ 2 കൂട്ടിരിപ്പുകാരും അതിൻ്റെ സൈഡിൽ കാണും. പാത്രങ്ങളും പായകളും അല്ലെങ്കിൽ എല്ലാ തുണികളും അതിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ചിരിക്കും, സൈഡിലും. അല്ലെങ്കിൽ അതിൻ്റെ അതായത് നമ്മൾ ഈ കാലിത്തൊഴുത്തിൽ കന്നുകാലികൾക്ക് പോലും ഇങ്ങനെ കിടക്കാറില്ല എന്ന് ഞാൻ പലപ്പോഴും മനസ്സിലാക്കി. നമ്മുടെ കന്നുകാലിത്തൊഴുത്ത് പോലും നമ്മൾ എത്ര മനോഹരമാക്കി നീറ്റാക്കി ക്ലീനാക്കിയിടും. പക്ഷേ മിക്ക മെഡിക്കൽ കോളേജ്, കേരളത്തിലെ എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജുകളുടെയും സാധാരണ വാർഡുകൾ നമ്മൾ പോയി കണ്ടാൽ നമുക്ക് അത്യധികം വേദനയും സങ്കടവും തോന്നും. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നില്ല? ഒരു കാലത്ത് തിരുവനന്തപുരത്തൊരു ഡോക്ടറല്ലേ പറഞ്ഞത്, യൂറോളജി വിഭാഗത്തിൻ്റെ ഹെഡായ മനുഷ്യനല്ലേ പറഞ്ഞത്, സാധാരണക്കാരന് ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് കൊടുക്കേണ്ട ചികിത്സയുടെ സാധനങ്ങൾ മുഴുവൻ അവനെക്കൊണ്ട് കാശ് കൊടുത്ത് വാങ്ങിപ്പിക്കുക. അയാൾ ഒറ്റതിരിഞ്ഞ് വേട്ടയാടാൻ തുടങ്ങി. അയാൾക്ക് മെമ്മോ കൊടുക്കുന്നു, അയാളെ സസ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കും. സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വർത്തമാനം ഉയർന്നു വന്നപ്പോഴാണ് അതിൽ നിന്ന് മാറിയത്. അപ്പോൾ തെറ്റുപറ്റിയാൽ നമ്മൾ ആരോഗ്യരംഗം അപ്പാടെ മോശമെന്ന് പറയാൻ നമ്മൾ ആഗ്രഹിക്കും. കാരണം ഒരുപാട് മെച്ചപ്പെട്ട സംഭാവനകളൊക്കെ നമ്മുടെ ആരോഗ്യരംഗത്തുണ്ട്. അപ്പം ഏറ്റവും രസം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇടയ്ക്ക് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, നമ്മൾ അമേരിക്കയെക്കാളും കുതിച്ചുചാട്ടം ആരോഗ്യരംഗത്ത് നമുക്കുണ്ടെന്ന് പറയുമ്പോൾ തിരിച്ചൊരു ചോദ്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ എന്തിന് അമേരിക്കയിലേക്ക് നമ്മൾ ചികിത്സയ്ക്ക് നമ്മുടെ മന്ത്രിമാരൊക്കെ പോകുന്നു എന്നൊരു ചിന്ത എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യുകയും അത് പരിഹരിക്കുകയും എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചാൽ അത് വീഴ്ചയാണെന്ന് പറയാനുള്ളൊരു മനസ്സും കാണിക്കുമ്പോഴാണ് കൂട്ടായിട്ടുള്ളൊരു മുന്നേറ്റം ഉണ്ടാവുക എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്.